രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. രുദ്രനാണെങ്കിൽ ജാനകിയുടെ കൈയും പിടിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നില്ലെങ്കിൽ ഞാൻ ബഹളം കൂട്ടും. കൂട്ടിക്കോ. കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും ഹരിച്ചാലും എങ്ങനെയൊക്കെയായാലും നിനക്ക് കിട്ടുന്നത് ഒരു ഉത്തരം മാത്രമാണ്. നീ ഈ രുദ്രൻ്റെ പെണ്ണാണ്. അവൻ തൻ്റെ കാറിലേക്ക് അവളെ ബലമായി പിടിച്ച് കയറ്റിയിട്ട് വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. രുദ്രനാരായണൻ, നിങ്ങളുടെ അഹമ്മതി കാണിക്കേണ്ടത് ഒരു പാവം പെണ്ണായ എന്നോടല്ല. അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ രുദ്രൻ പൊട്ടിച്ചിരിച്ചു വലിയ ശബ്ദത്തിൽ. എടി പുല്ലേ, നിന്നെ കല്യാണം കഴിക്കുന്നതേ എൻ്റെ പൊണ്ടാട്ടി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാനല്ല, വേലക്കാരി, എൻ്റെ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനം. അതുമാത്രമാണ് നിനക്ക് തരുന്നത്, ചിലപ്പോൾ അതിനേക്കാൾ താഴെ. രുദ്രൻ പറയുന്ന കേട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കിയിരിക്കുകയാണ് ജാനകി. എന്താടി, എന്തിനാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ നിനക്ക്? രുദ്രൻ വണ്ടി പായിക്കുകയാണ്. ജാനകി പേടിയോടെ വിറച്ചിരുന്നു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഒന്ന് പറഞ്ഞു തരുന്നുണ്ടോ? അവൾ അവനെ നോക്കി ചോദിച്ചു. എനിക്ക് സൗകര്യമുള്ളിടത്ത്. എന്തേ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ജാനകി? എനിക്കെൻ്റെ വീട്ടിൽ പോകണം. അമ്മ തനിച്ചേ ഉള്ളൂ, പ്ലീസ്. അമ്മ ഇത്തിരി നേരം ഒറ്റയ്ക്കിരിക്കട്ടെ, അത് സാരല്ല. നീ ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കി കാര്യം നമുക്ക് നോക്കാം. അമ്മാവൻ എന്നെ വഴക്ക് പറയും. പറഞ്ഞോട്ടെ, അതിന് എനിക്കെന്താ? രുദ്രൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല ഞാൻ. എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കിട്ടും. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. ഇതെന്നാ വർത്തമാനമാ ജാനകി നീ ഇപ്പം പറയുന്നത്? ഇതിപ്പോൾ രാമായണം മുഴുവൻ വായിച്ചിട്ടും നിനക്ക് യാതൊരു മാറ്റവുമില്ലല്ലേ? രുദ്രൻ, ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. ആയിരിക്കും, പക്ഷെ എനിക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ എൻ്റെ ഭാര്യയായിട്ട് വെച്ചോണ്ടിരിക്കാനല്ല ഞാനീ പരിപാടിക്ക് ഇറങ്ങിയത്. പക വീട്ടുവാനാണ്, നിന്നോടുള്ള പക വീട്ടുവാൻ മാത്രം. രുദ്രൻ. അതെടി, രുദ്രൻ. രുദ്രനാരായണൻ, ദേവർമഠത്തിലെ രുദ്രനാരായണൻ. ഒന്നേ മോഹിച്ചുള്ളൂ, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുള്ളൂ. നേരായ രീതി പറഞ്ഞപ്പോൾ നീ എന്നെ നാണം കെടുത്തി. എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാണം കെടുത്തി, പരിഹസിച്ചു. പിന്നെയും ഞാൻ നിൻ്റെ പിന്നാലെ വന്നു. അപ്പോഴും നിനക്ക് അഹങ്കാരം. അതിനൊക്കെ ഒരു മറുപടി അത് വേണ്ടേ നിനക്ക്? ജാനകിക്ക് വേണ്ടേ? വെറുപ്പാടി, നിന്നോടെനിക്ക് വെറുപ്പാ. തീർത്താൽ തീരാത്ത പകയും വെറുപ്പും. അവജ്ഞയോടെ രുദ്രൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ച് നിൽക്കാൻ മാത്രമേ ജാനകിക്ക് കഴിഞ്ഞുള്ളൂ. ഫോൺ ബെല്ലടിച്ചപ്പോൾ രുദ്രൻ അത് അറ്റൻഡ് ചെയ്തു. മോനെ, അത്യാവശ്യമായിട്ട് വന്നേ, നിനക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ലക്ഷ്മിയമ്മയുടെ ശബ്ദം ജാനകിയും കേട്ടു. ആരാണെന്ന് രുദ്രൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും ലക്ഷ്മിയമ്മ മറുപടി കൊടുത്തില്ല. ഒരു ബിഗ് സർപ്രൈസാണ് നിനക്കിന്ന്. ഒപ്പം ചെറിയൊരു പ്രോബ്ലം കൂടി ഉണ്ട് കേട്ടോ. അതെന്താണ്? രുദ്രൻ ചോദിച്ചു. വിവാഹ തീയതി കുറച്ചുകൂടി നേരത്തെ ആക്കണം. ഇല്ലെങ്കിൽ ഈ വന്നയാൾക്ക് നിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ഞാൻ വിശ്വനാഥനെ വിളിച്ച് സംസാരിക്കാം. പണിക്കരെ ആദ്യം വിളിക്കട്ടെ. ഈ ആഴ്ചയോ മറ്റോ മുഹൂർത്തം ഉണ്ടോ എന്ന് ഞാനും നോക്കട്ടെ, എന്നിട്ടാവാം ബാക്കി. നീ എവിടാ മോനെ? ഈ ആഴ്ച? ജാനകി ഞെട്ടി വിറച്ചു. ഞാനിങ്ങോട്ട് വരുവാ, ഉടനെ എത്തും. അമ്മ ഫോൺ വെച്ചോ. രുദ്രൻ ലക്ഷ്മിയമ്മയുടെ കോൾ കട്ടാക്കിയ ശേഷം ജാനകി ഒന്നുകൂടൊന്ന് അടിമുടി നോക്കി. കണ്ടില്ലേടി, എനിക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ഈ ആഴ്ച തന്നെ നീ ഈ രുദ്രൻ്റെ ആകും. ഒരു മാറ്റവുമില്ല. അവൻ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പാഞ്ഞു പോയി. ഇവിടെ ഇറക്കി വിട്ടാൽ മതി, ഞാൻ പൊയ്ക്കോളാം. ജാനകി പിന്നെയും കൈകൂപ്പി. നാവടക്കടി, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. രുദ്രൻ ശകാരിച്ചതും പിന്നീട് അവൾ ഒന്നും സംസാരിക്കാൻ പോയില്ല. അവൻ്റെ വണ്ടി ചെന്ന് നിന്നത് ജാനകിയുടെ അമ്മാവൻ്റെ വീടിൻ്റെ
പടിപ്പുരയുടെ മുന്നിലാണ്. ഇറങ്ങാൻ തുടങ്ങും മുന്നേ ജാനകി അവനെ ഒന്ന് നോക്കി. അന്നത്തെ അവിവേകം കൊണ്ട് സംഭവിച്ചു പോയതാ. എനിക്ക് മാപ്പ് തരാമോ? എന്നിട്ട് വിവാഹ തീയതിയിൽ നിന്നും ഈ വിവാഹത്തിൽ നിന്നും ദയവ് ചെയ്ത് ഒന്ന് പിന്മാറണം. ഞാൻ കാല് പിടിക്കാം. അവൾ അവൻ്റെ നേർക്ക് കൈകൂപ്പി. ഇറങ്ങിപ്പോടി. അവൻ്റെ അലർച്ചയിൽ ജാനകി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് മാലതി ഓടി വന്നു. അപ്പോഴാണ് മകളെ കാണുന്നത്. മോളെ. അവർ വന്നപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്താടാ? എന്താ പറ്റിയേ? എന്തിനാ അമ്മയുടെ മോള് കരയുന്നേ? മകളുടെ ഇരുത്തോളിലും പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു. നടന്ന കാര്യങ്ങളൊക്കെയും ജാനകി അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. സാരമില്ല, എന്തേലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. മോള് വന്നേ. അമ്മയല്ലേ പറയുന്നേ? മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാലതി വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. രുദ്രൻ എത്തിയപ്പോൾ ഉമ്മറത്ത് അമ്മയുണ്ട്. ഒപ്പം ഒരു സ്ത്രീ തിരിഞ്ഞിരിക്കുന്നു. ആരാണെന്ന് പെട്ടെന്ന് അവന് മനസ്സിലായില്ല. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പോഴാണ് ആളെ പിടികിട്ടിയത്. പത്മിനി വല്യമ്മ. പടികൾ കയറി അവൻ ഓടി വന്നിട്ട് അവരെ വട്ടം ചുറ്റി പിടിച്ചു. മോനെ, കല്യാണക്കാര്യം പോലും വല്യമ്മയോട് മറച്ചു വെച്ചല്ലേടാ? അവരുടെ പരിഭവം അവൻ്റെ കാതിൽ പതിഞ്ഞു. ഒക്കെ പറയാം, വല്യമ്മ വന്നേ. രുദ്രൻ അവരെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എന്നിട്ട് സെറ്റിയിലേക്ക് അവരെ ഇരുത്തിയിട്ട് ഒപ്പം ചേർന്നിരുന്നു. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? വല്യച്ഛനും ശ്രീയുമില്ലേ? ആരും വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോന്നു. നമ്മുടെ രാജേന്ദ്രൻ ചിറ്റപ്പൻ്റെ മോളുടെ കല്യാണം മറ്റന്നാൾ. അറിയാം, ഇവിടെ ക്ഷണിച്ചു. ആ, അത് തന്നെ. അതിൽ പങ്കെടുക്കാൻ ആരെങ്കിലും വരണ്ടേന്നോർത്ത് പോന്നതാ. നേരെ ഇവിടേക്ക് വന്നു. അപ്പോഴായി കാര്യങ്ങളൊക്കെ അറിയുന്നത്. ലക്ഷ്മി ചെറിയൊരു സൂചന തന്നു. എന്നാലും ഇത്ര വേഗത്തിൽ കാര്യങ്ങളാകുമെന്ന് ഞാൻ കരുതിയില്ല മോനെ. മുഹൂർത്തം നോക്കിയപ്പോഴല്ലേ ചേച്ചി അറിയുന്നത്? അല്ലെങ്കിൽ 2 മാസത്തായി ഗ്യാപ്പിടണമെന്ന് കരുതിയതാ. കാറിൻ്റെ ചാവിയും എടുത്ത് ലക്ഷ്മി ഇറങ്ങി വന്നു. ഒപ്പം പത്മിനിയെ നോക്കി പറഞ്ഞു. അമ്മ എവിടേക്കാ? ഞാനേ പണിക്കരെ കണ്ടിട്ട് വേഗം വരാം. ഈ ആഴ്ച വിവാഹത്തിന് പറ്റിയ സമയമുണ്ടെങ്കിൽ അതങ്ങോട്ട് നടത്താം. ജസ്റ്റ് ചടങ്ങായിട്ട്. റിസപ്ഷൻ പിന്നീടാക്കാം. വല്യമ്മയ്ക്ക് കൃത്യം ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു പോകണം. സ്ത്രീക്ക് എക്സാം തുടങ്ങും അത്രേ. ഞാനും കൂടി വരാം. അമ്മ ഒറ്റയ്ക്ക് പോകണ്ട. അതൊന്നും സാരമില്ല, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നോളാം. ചേച്ചി, വിലാസിനി അടുക്കളയിലുണ്ട്. ലഞ്ച് റെഡിയായതാട്ടോ. സമയം അതിന് 11 ആയതേ ഉള്ളൂ. എന്തിനാണ് ഇപ്പം ലഞ്ച്? നീ ചെന്നിട്ട് വിളിക്ക്. പത്മിനി എഴുന്നേറ്റ് അനുജത്തെ യാത്രയാക്കി. ലക്ഷ്മി അവരുടെ ഹോണ്ട സിറ്റിയിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. നേരത്തെ ഡ്രൈവിംഗ് പഠിക്കാൻ എന്തൊരു പേടിയായിരുന്നു. ഇപ്പം നോക്കിക്കേ, ആളാകെ മാറിപ്പോയി. സ്മൂത്തായിട്ടാണ് പോകുന്നേ അല്ല മോനെ? കാർ അകന്നു പോയതും പത്മിനി പറഞ്ഞു. അമ്മ ഇപ്പോൾ ഫുൾ സെറ്റപ്പായി വല്യമ്മേ. പിന്നെ എന്താ കുഴപ്പം? അവൻ ചിരിയോടെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, എൻ്റെ രുദ്രനെ മയക്കിയെടുത്തവൾ ആരാ? ഫോട്ടോ വല്ലതും ഉണ്ടോ? പത്മിനി വീണ്ടും അവൻ്റെ അരികിലേക്ക് വന്നു. അമ്മ കാണിച്ചില്ലേ? 1-2 എണ്ണം കണ്ട്. പക്ഷെ ക്ലാരിറ്റി പോരാ. മോൻ്റെ ഫോണിൽ ഉണ്ടോടാ? നോക്കട്ടെ. രുദ്രൻ ഫോൺ ഗാലറിയിൽ നിന്നും ഒരെണ്ണം എടുത്തു. കഴിഞ്ഞ തവണ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നപ്പോൾ എടുത്ത ഫോട്ടോ. 1 വർഷം പഴക്കമുണ്ട്. എന്നാലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. വലിയ മാറ്റമൊന്നും തന്നെ ഇല്ലെന്ന് അവന് തോന്നി. വല്യമ്മയുടെ നേർക്ക് ഫോൺ നീട്ടി. അവർ പുഞ്ചിരിയോടെ അതിലേക്ക് നോക്കി. സുന്ദരിയാട്ടോ. എൻ്റെ മോൻ്റെ സെലക്ഷൻ സൂപ്പറാണ്. പത്മിനി പറഞ്ഞപ്പോൾ രുദ്രൻ ചിരിച്ചു. അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി പിന്നീട് വന്യമായി മാറി. വല്യമ്മ പിന്നെയും ജാനകിയെക്കുറിച്ച് ഓരോന്ന് അവനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. വളരെയധികം താല്പര്യത്തോടെ അവൻ മറുപടിയും കൊടുത്തു. യാതൊരു സംശയവും ആർക്കും തോന്നരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. വിലാസിനെ കൊണ്ടുവന്നു കൊടുത്ത സംഭാരം കുടിച്ച് രുദ്രൻ തൻ്റെ മുറിയിലേക്ക് പോയി. വേഷം മാറ്റിക്കൊണ്ട് നിന്നപ്പോൾ ലക്ഷ്മിയുടെ ഫോൺ കോൾ വന്നു. മോനെ, മറ്റന്നാളൊരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. എന്താ ഇപ്പോൾ ചെയ്യുന്നേ? മറ്റന്നാളെന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവോ? അമ്മ ആലോചിച്ച് ചെയ്തു. പത്മിനി വല്യമ്മയ്ക്ക് വിവാഹത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റന്നാളല്ലേ പറ്റൂ? അതെ മോനെ.
അമ്മ ജാനകിയുടെ അമ്മാവനെ വിളിച്ച് ഒന്ന് സംസാരിക്കുക, എന്നിട്ട് ബാക്കി തീരുമാനിക്കാല്ലേ. ഞാനൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് അവർ പറയുന്ന കൂടി കേട്ടിട്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. ആ ശരി ശരി. എന്നിട്ട് അമ്മ വിളിക്കട്ടോ. ഓക്കെ മോനെ, അമ്മ ഇപ്പോൾ വിളിക്കാം. അവർ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് വിശ്വനാഥനെ ഡയൽ ചെയ്തു. വിളിച്ചപ്പോൾ വിശ്വനാഥൻ്റെ നമ്പർ ബിസിയായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മി ഇത്തിരി നേരം വെയിറ്റ് ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ വിശ്വനാഥൻ ലക്ഷ്മിയെ തിരിച്ചു വിളിച്ചു. നടന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി അയാളോട് വിശദീകരിച്ചു. എന്താണ് വിശ്വനാഥൻ്റെ തീരുമാനം? അതുപോലെ ഞങ്ങൾ ചെയ്തോളാട്ടോ. ചേച്ചി, കുട്ടിയോടൊന്ന് സംസാരിച്ചിട്ട് ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം. വളരെ ഭവ്യതയോടെ അയാൾ പറയുകയാണ്. ഓക്കെ, ആലോചിച്ച് പറയൂ. അതറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. എന്തായാലും ശരി. വിശ്വനാഥൻ 10 മിനിറ്റിനുള്ളിൽ ലക്ഷ്മിയെ തിരിച്ചു വിളിച്ചു. കല്യാണം നടത്താൻ ചേച്ചി, ഇവിടെ ആർക്കും അസൗകര്യമൊന്നും ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മുഹൂർത്തം ഫിക്സ് ചെയ്യാം അല്ലേ വിശ്വനാഥൻ? ആഹ്ലാദത്തോടെ ലക്ഷ്മി ചോദിച്ചു. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അയാൾ മറുപടിയും കൊടുത്തു. ലക്ഷ്മി അപ്പോൾ തന്നെ പത്മിനിയെയും രുദ്രനെയും വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. റിസപ്ഷൻ നടത്തേണ്ട ഹാള് ഇപ്പോൾ ലഭിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ ഫ്രൈഡേ നമുക്കതങ്ങ് നടത്താം. ലക്ഷ്മി പറഞ്ഞപ്പോൾ രുദ്രൻ അവരെ വിലക്കി. അത് ശരിയാവില്ലമ്മേ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ട്. എല്ലാവരും എത്തുമ്പോൾ ഒരാഴ്ച എടുക്കും. പിന്നെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരെയും 2-3 ദിവസം കൊണ്ട് ക്ഷണിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതിപ്പോൾ താലികെട്ട് ചടങ്ങ് മാത്രം മറ്റന്നാൾ നടത്തിയാൽ മതി. ബാക്കിയൊക്കെ 2 ആഴ്ചക്കുള്ളിൽ സെറ്റാക്കാം. രുദ്രനത് പറഞ്ഞപ്പോൾ പത്മിനിയും അവനെ പിന്താങ്ങി. അത് മതി ലക്ഷ്മി, മോൻ പറഞ്ഞ പോലെ ചെയ്യേ. എനിക്ക് രുദ്രൻ മോൻ്റെ കല്യാണം കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഇതുപോലും ഇത്ര പെട്ടെന്ന് നടത്തുന്നത്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എത്രമാത്രം അസൗകര്യമുണ്ട്. അവരതെല്ലാം സഹിച്ച് സമ്മതിച്ചല്ലോ. പത്മിനി പറഞ്ഞു നിർത്തി. ഈ സമയത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് ജാനകി കരയുകയാണ്. അമ്മേ, എൻ്റെ അമ്മയെ വിട്ടിട്ട് എനിക്ക് ഒരിടത്തും പോകണ്ട. എൻ്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാകില്ലേ? ഞാൻ പോയാൽ പിന്നെ അമ്മയ്ക്ക് ആരാ ഉള്ളത്? അവൾ മാലതിയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് വിതുമ്പി. മകളെ ഒരു വാക്കുപോലും പറഞ്ഞ് ആശ്വസിപ്പിക്കാനാവാതെ എല്ലാം ഉള്ളിലൊതുക്കി അങ്ങനെ ഇരിക്കുക മാത്രമേ ആ അമ്മയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ. മാലതി! വിശ്വനാഥൻ്റെ ശബ്ദം കേട്ടതും ജാനകിയും അമ്മയും ചാടി എഴുന്നേറ്റു. കരഞ്ഞ് തളർന്നിരിക്കുന്ന ജാനകിയെ കണ്ടതും അയാൾ പാഞ്ഞു വന്നു. എന്തിനാണ് ഇരുന്ന് മൂങ്ങുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? അയാൾ അലറിയപ്പോൾ ജാനകി കണ്ണീർ തുടച്ചു മാറ്റി. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം വേഗത്തിലാണ്. പിറ്റേ ദിവസം കാലത്തെ പുടവയെടുക്കാൻ പോയത് പത്മിനിയും ലക്ഷ്മിയും ചേർന്നാണ്. രുദ്രനായിരുന്നു അവരെ കൊണ്ടുപോയത്. കടും ചുവപ്പ് നിറമുള്ള കാഞ്ചീപുരം സാരിയും ബ്ലൗസും കല്യാണ ദിവസം ഉടുക്കാൻ വേണ്ടി എടുത്തു. പിന്നെ കസവ് നൂല് കൊണ്ട് നെയ്ത സെറ്റും മുണ്ടും, കൂടെ അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സ്. അതിനുശേഷം നേരെ ജ്വല്ലറിയിലേക്കാണ് പോയത്. തൂക്കം കൂടിയ 2 ഷോമാല, ഒപ്പം വീതി കാപ്പ്, വലിയ ചിമുക്കി കമ്മൽ, അതെല്ലാം സാരിക്ക് ചേരുന്ന വിധത്തിലുള്ള ആഭരണങ്ങൾ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ജാനകിയും കൂട്ടി വിശ്വനാഥൻ ടൗണിലെത്തി. ലക്ഷ്മി അറിയിച്ചതിനെ തുടർന്നാണ് അവർ വന്നത്. പത്മിനി വല്ലമ്മയെ ലക്ഷ്മി ജാനകിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ അവരുടെ നേർക്ക് കൈകൂപ്പി. ഒരുപാട് ഇഷ്ടമായി, എൻ്റെ പൊന്നു മോളാട്ടോ. പത്മിനി അവളെ ചേർത്ത് പിടിച്ചപ്പോൾ രുദ്രൻ്റെ ചുണ്ടിൽ ഒരു വഷളം ചിരി വിരിഞ്ഞു. ജാനകിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായി കൊടുക്കണം. അതിനുവേണ്ടി അവളുടെ അളവെടുക്കാനും മറ്റും. പിന്നെ അവൾക്ക് വേണ്ടിയുള്ള ചെരുപ്പും മേടിക്കണം. സാരിയുടെ ബ്ലൗസ് കട്ട് ചെയ്ത് വാങ്ങി. അതുമായി ലക്ഷ്മി അവളെയും കൂട്ടിക്കൊണ്ട് ടൗണിലെ പ്രസിദ്ധമായ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് പോയി. വലിയൊരു ഷോപ്പാണത്. ഒരുപാട് സ്റ്റാഫുമുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ അവർ ബ്ലൗസ് തയ്ച്ച് തന്നിരിക്കുമെന്ന് ലക്ഷ്മിയോട് വാക്ക് കൊടുത്തു. ജാനകിക്കുള്ളത് കൂടാതെ പത്മിനിയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഉണ്ട്. മോളെ, ഈ സെറ്റോടെ അമ്പലത്തിലെത്തിയാൽ മതി. ഇനി വേറെ മേടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അവൾ പറഞ്ഞതും അവൾ ജാനകി തലകുലുക്കി. രുദ്ര, കുട്ടിയെ കൊണ്ടുപോയി ചെരുപ്പ് മേടിച്ചിട്ട് വാ മോനെ. ഞങ്ങൾക്കൊരല്പം ഷോപ്പിംഗ് കൂടിയുണ്ട്. ലക്ഷ്മി പറഞ്ഞപ്പോൾ രുദ്രൻ ജാനകിയെ നോക്കി. യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ
വെറുതെ നിൽക്കുകയാണ് അവൾ. തുടരും.